പെർമിറ്റിനായി പണമടയ്ക്കാൻ കഴിയാതെ ഇന്നിപ്പോൾ പാറശാല RTO ഓഫീസിൽ കുടുങ്ങിക്കിടക്കുന്നത് 5 എയർബസുകളാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് വർക്കലയിലും വട്ടപ്പാറയിലും ഒക്കെയായി ജില്ലയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും യാത്ര ചെയ്താണ് ഇവർ ഇപ്പോൾ ഇവിടെ ഈ പാറശാലയിൽ എത്തിയത്. ഇവിടെ ഇന്നലെ മുതൽ തന്നെ ഇവർ ഈ ഓൺലൈൻ സംവിധാനം വഴി പണം അടയ്ക്കാനായി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ബസിന്റെ ഓണർമാരടക്കമുള്ളവർ പങ്കുവെക്കുന്നത്. പക്ഷേ ഈ പാറശാല ട്രഷറിയുടെ സർവർ തകരാറായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ പണമടയ്ക്കാൻ കഴിയാതെ വന്നതും. ഇപ്പോൾ ഇവർക്ക് ഈ കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് വന്ന യാത്രക്കാരായിരുന്നു. ഇപ്പോൾ ഈ അതിർത്തി കടക്കണമെങ്കിൽ ഈ പെർമിറ്റ് പ്രധാനമായിട്ടും ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ രാവിലെ പാറശാലയിൽ 9 മണിക്കാണ് ഇവർ എത്തിയത്. ഈ 9 മണിക്ക് ശേഷം ഇപ്പോൾ 2.5-3 മണിക്കൂറുകളോളം അടുക്കുന്നുണ്ട്. 3 മണിക്കൂറായിട്ട് ഈ അതിർത്തി പ്രദേശത്ത് 5ഓളം എയർബസുകളിലായിട്ട് 300ഓളം യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരിൽ കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരുണ്ട്, കൈക്കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരാണ് ഉള്ളതെന്നുള്ളതാണ് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം. പ്രധാനമായും പാറശാല RTO ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ 10 മാസമായിട്ട് ഇത്തരത്തിൽ പെർമിറ്റിനായിട്ട് ഒരു ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നു. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയാൻ കഴിയുന്നത്, കാരണം ഒരു ഡിജിറ്റൽ സംവിധാനം വരുമ്പോൾ പകരം സർവർ തകരാറായി കഴിഞ്ഞാൽ ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം അത്യാവശ്യമാണ്. കാരണം ഏത് നിമിഷം വേണോ സർവർ തകരാറിലാകാം. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമായും പകരം ഒരു സംവിധാനം ഒരുക്കേണ്ടുന്നത് MVDയുടെ ചുമതലയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് അങ്ങനെ പകരം ഒരു പണമടയ്ക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഈ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത്. ചേട്ടാ, എത്ര മണിക്കൂറായി ഇവിടെ? ഇപ്പോൾ 8 മണിക്ക് എത്തിയതാണ് ഇവിടെ. 8 മണിയായി. ഇവിടെ നിന്നാ വരുന്നേ? ഞങ്ങള് വട്ടപ്പാറ, തിരുവനന്തപുരം വട്ടപ്പാറ വരുന്നതാണ്. എങ്ങോട്ടാ പോകുന്നത്? കന്യാകുമാരിയാണോ? പള്ളികളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. തീർത്ഥാടന യാത്രയാണ്. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്? ആദ്യമായിട്ട് അവസ്ഥ ഇങ്ങനെ ഉണ്ടായത്. കുട്ടികളൊക്കെ ഇല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ 10 ഇവിടെ വന്നിട്ടാണ് കാപ്പി കുടിച്ചത് രാവിലെ. 3 മണിക്കൂറായിട്ട് ഈ വെയിലത്ത് കിടക്കുകയാണ്. 3 മണിക്കൂറുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ എന്ത് പറയുന്നു? ഉദ്യോഗസ്ഥർ എന്ത് പറയാൻ, കാര്യമെന്ന് പറഞ്ഞാൽ നെറ്റ് കംപ്ലൈന്റ് ആണ്, നെറ്റ് പ്രശ്നമാണെന്നാ പറയുന്നത്. ചേട്ടാ, എത്ര നേരമായി? 3-3.5 മണിക്കൂറായി. 4 മണിക്കൂർ അടുപ്പിച്ചായി ഇവിടെ വന്നു. എവിടെ നിന്നാ വരുന്നത്? എവിടെന്നാ? ഞങ്ങൾ തിരുവനന്തപുരം വർക്കലയിൽ നിന്നാണ് വരുന്നത്. എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ മണ്ണാർക്കാട്, അങ്ങനെ മണ്ടക്കാട്. തീർത്ഥാടന യാത്ര തന്നെയാണ് അല്ലേ എല്ലാവരും? കുഞ്ഞൊക്കെ ഇല്ലേ? അപ്പൊ ഇതിപ്പോ 2-3 മണിക്കൂറായി. 2 മണിക്കൂർ കൂടുതലായി. നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് ഇതായി. വളരെയധികം ദുരിതം അനുഭവിക്കുന്നു. അതാണ് യാത്രക്കാർ ഈ പറഞ്ഞതുപോലെ കൈക്കുഞ്ഞ് അടക്കമുള്ളവരാണ് ഭൂരിഭാഗം പേര്. 300ഓളം യാത്രക്കാരുണ്ട്. ചേച്ചി, എത്ര നേരമായി ഇവിടെ എത്തിയിട്ട്? 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായി. എങ്ങോട്ടേക്കാ പോകുന്നത് ചേച്ചി? നമ്മുടെ മണ്ടക്കായിട്ട് പോകാനായിട്ട്. മണ്ടക്കാട് തന്നെയാണ്. 3:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇതുവരെയായിട്ട് വെള്ളം പോലും കുടിച്ചിട്ടില്ല. എവിടെ നിന്നാ വരുന്നത് ചേച്ചി? വർക്കലയിൽ നിന്നാണ്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല? കുറെ കൊച്ചുങ്ങളും ഉണ്ട്, പൊടി കൊച്ചുങ്ങളും ഉണ്ട്. പ്രതിസന്ധി ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. നമ്മളെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്? യാത്ര സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ആദ്യമായിട്ടാണ്. നമുക്കിപ്പോ ഇവിടെ ഈ വണ്ടികളുടെ, ഈ ബസ്സുകളുടെ ഒക്കെ ഓണർമാരും അതുപോലെ തന്നെ ഡ്രൈവർമാരൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇതിപ്പോൾ എന്താണ് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിട്ടുണ്ടോ നിലവിൽ? അല്ല, അവര് ഓഫീസർമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നോക്കിയിട്ട് എന്തെന്ന് വെച്ചാൽ പറയൂ. ഡിജിറ്റൽ സംവിധാനമാക്കി. അപ്പോ ഈ നിങ്ങൾ ഇന്നലെ മുതൽ ട്രൈ ചെയ്യുന്നല്ലേ പറയുന്നത്? സിസ്റ്റം ഇത് കിട്ടുന്നില്ല. സിസ്റ്റത്തിൽ അത് നോക്കാൻ നേരത്തെ അത് കിട്ടുന്നില്ല, നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അവരെ സിസ്റ്റം പാടായിട്ട് നിൽക്കുന്നു. അപ്പം ഇന്നലെ തൊട്ടേ ഇത് ഓൺലൈനിൽ നോക്കിയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇത്രയും യാത്രക്കാരുമായിട്ട് വരുമ്പോഴേ പകരം ഇവിടെ പണമടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിർത്തിയിൽ ഒരു പെർമിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പകരം ഒരു സംവിധാനം ഒരുക്കാനായിട്ട് നിങ്ങൾ ചോദിച്ചില്ലേ ഇവരോട്? ഇവിടെ ഓൺലൈൻ പെർമിറ്റ്, നമ്മൾ പെർമിറ്റ് എടുത്ത് ഇവിടെ സീലടിച്ച് തരുമ്പോഴത്തേക്കാണ് തമിഴ്നാട്ടിൽ കയറുമ്പോൾ ആ പെർമിറ്റ് കാണിച്ച് അവരൊരു സീലടിക്കും. അതടിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഫൈൻ കിട്ടും. വലിയ ഭീമമായ ഫൈനായിരിക്കും അല്ലെ? അവരെത്ര അടിക്കുന്നു അത് നമ്മൾ അടച്ചു കൊടുത്തു പറ്റും. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞ് വണ്ടി ഇവിടെ ഇത് ഇല്ലാതെ പോയി കഴിഞ്ഞ് വണ്ടിയുടെ തട്ടാമുട്ട വന്നു കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നങ്ങളാണ്. ചേട്ടാ, എത്ര നേരമായി ഇവിടെ? ഞങ്ങൾ ഇവിടെ 9 മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ്. അവിടെ വട്ടപ്പാറയിൽ നിന്നാണ് വരുന്നത്. രാവിലെ 5:30 അവിടെ തിരിച്ചതാണ്. ആഹാരം പോലും കഴിക്കാതെ ആൾക്കാരിക്കുന്നു. ബാത്റൂമിൽ പോകാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയാണ്. ഫസ്റ്റിൽ വന്ന ഞങ്ങളാണ് ഇവിടെ. എന്നുവെച്ചാൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3 മണിക്കൂറായി. 3 മണിക്കൂറല്ല, 4 മണിക്കൂറോളമായി. 12 മണിയായി. ഉദ്യോഗസ്ഥർ എന്താ പ്രധാനമായും പറയുന്നത്? എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? അവര് പറയണത് ആപ്ലിക്കേഷൻ നമ്മൾ അയക്കുമ്പോൾ അത് പേയ്മെന്റിലേക്ക് പോകുന്നില്ല, അതിന്റെ 2 ഇടയ്ക്കാണെന്നാണ് പറയണത്. അപ്പൊ അത് പിൻവലിക്കാനും പറ്റണില്ല. അങ്ങനെ ഇത് കഴക്കൂട്ടത്തുള്ള RTOയാണ്. അവരടുത്ത് വിളിച്ച് പറഞ്ഞ് അവിടെ ശരിയാക്കാമെന്ന് നോക്കിയപ്പോൾ അതും പറ്റണില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞാൽ ഡൽഹിയിലാണ് അതിന്റെ ബാക്കിയുള്ള ഏർപ്പാടൊക്കെ ഡൽഹിയിലാണെന്നാണ് പറയണത്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞൂടാ.
സാങ്കേതികപരമായി ഒട്ടനവധി പുതുമകളും അത്തരത്തിൽ വളരെയധികം സാങ്കേതികപരമായി ഒട്ടനവധി പുതുമകൾ തന്നെ കൊണ്ടുവന്നു തന്നെ പറയാം. പക്ഷേ MVDയുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പെർമിറ്റുകൾ ഓൺലൈൻ വഴി സംവിധാനം ഒരുക്കുമ്പോഴും അത്തരത്തിൽ ഒരു തകരാറ് സംഭവിച്ചാൽ പകരം ഡയറക്റ്റായിട്ട് പണമടയ്ക്കാനുള്ള ഒരു സംവിധാനം ബസിന്റെ ഉടമകൾക്ക് നൽകേണ്ടുന്ന ഉത്തരവാദിത്തം MVDക്കാണ്. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം കഴിഞ്ഞ 10 മാസമായി ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പാറശാല RTO ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മാസം ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് ഒരു മരണവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരെത്തിയപ്പോഴും ഇതിന് സമാനമായിട്ട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അടിയന്തരമായിട്ട് MVDയുടെ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് പകരം ഒരു സംവിധാനം എത്രയും വേഗം ഉണ്ടാകണം. കാരണം ധാരാളം യാത്രക്കാരാണ് കഴിഞ്ഞ 3 മണിക്കൂറിലധികമായിട്ട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പുലർച്ചെയാണ് ഈ കന്യാകുമാരിയിലെ മണ്ടക്കാട് അടക്കമുള്ള തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തത്. പക്ഷേ അവരിപ്പോൾ വളരെയധികം ഒരു പ്രതിസന്ധിയിലായി. കുട്ടികളടക്കമുള്ളവർ ഈ യാത്രയിൽ ഒപ്പമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവർക്ക് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് യാത്രക്കാരുടെയും അതുപോലെ തന്നെ ബസ് ഉടമകളുടെയും പ്രധാനപ്പെട്ട ആവശ്യം. രാവിലെ 8:15 ഇവിടെ വന്നതാണ്. അപ്പോഴത്തൊട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരിടത്ത് ആഹാരം കഴിക്കാൻ അവിടെ അടിയും ബഹളവും, അവിടെ കയറ്റാൻ സമ്മതിക്കില്ല. ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് നേരമായി അമ്മ? ഒരുപാട് സമയമായി വന്നിട്ട്, ഒരുപാട് സമയമായി. ആഹാരം പോലും കഴിക്കാനുള്ള സ്ഥലവും ഇല്ല, വെള്ളം പോലും കുടിക്കാനും പറ്റണില്ല. അങ്ങനത്തെ ഒരു മിസ്റ്റേക്കിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതാണ്. നമ്മള് എത്ര സമയം കൊണ്ടേ ഇരിക്കണമെന്ന് അറിയാം. വണ്ടിക്കകത്തിരുന്ന് അവിഞ്ഞ് വരുമ്പോൾ വെളിയിൽ ചാടും. വെളിയിൽ നിന്ന് ചൂട് കാരണം പിന്നെ അകത്ത് കയറും. അങ്ങനെതാ ഇങ്ങനെ ഇരിക്കണം. തീർത്ഥാടന കേന്ദ്രങ്ങൾ തന്നെയാണോ? അതെ, ഇതൊരു ദുരിതം അനുഭവിക്കുകയാണ്. മഹാദുരിതം പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒരു ടോയ്ലറ്റിൽ പോകാനോ ഒരിടത്ത് നിൽക്കാനോ ഇരിക്കാനും പോലും വണ്ടിക്കകത്ത് എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റും ഈ ചൂട് സമയത്ത്? കൊച്ചു കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. ഇതെല്ലാം കാണുന്ന ഗവൺമെന്റ് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് ഈ അനുഭവം വന്ന് ഇനി വരണവർക്ക് ഒരു ഇതേപോലെ സാഹചര്യം പറ്റാതെ. പ്രധാനമായും ഈ ഡിജിറ്റൽ സംവിധാനം, പെർമിറ്റിനായിട്ട് ഡിജിറ്റൽ സംവിധാനം MVD ഒരുക്കിയപ്പോഴും പകരം ഒരു സർവർ തകരാറ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പകരം സംവിധാനം ഒരുക്കാനായിട്ട് MVDയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കന്യാകുമാരി അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയിലാണിപ്പോൾ ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പ്രതിസന്ധിയിലായിരിക്കുന്നത്. എത്രയും വേഗം ഇവരുടെ വിഷയം പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് യാത്രക്കാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.